الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. حمدا كثيرا طيبا مباركا فيه. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نحمدك يا من أوضحت لنا سبل الهداية وسعت عن بصائرنا وشفت الغوايا، ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والصبح إذا تنفس. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടതുപോലെ ഇവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം അല്ലാഹുവിനെ സദാ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ദിവസവും ലോകത്ത് ഏകദേശം 25,000 മുതൽ 45,000 വരെ ആളുകളാണ് രാത്രി ഉറങ്ങാൻ കിടന്ന് പ്രഭാതമാകുന്നതിന് മുമ്പ് മരണപ്പെടുന്നത്. ഒരു മന്ത് കണക്കുകൾ പറയുന്നത് ഏകദേശം 7.5 ലക്ഷം മുതൽ 13 ലക്ഷം വരെ ആളുകളാണ് രാത്രി അഥവാ ഉറക്കത്തിൽ മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരു വർഷമാകുമ്പോൾ ഏകദേശം 90 ലക്ഷം മുതൽ 1.5 കോടിയിലധികം ആളുകളാണ് ഉറക്കത്തിൽ ഈ ലോകവാസം വെടിഞ്ഞ് പരലോകത്തേക്ക് യാത്രയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ രാത്രിയെ ഉറക്കത്തിന് ശേഷം ഉണരുക എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് പ്രഭാതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ പ്രഭാതത്തിന്റെ വരവും വെറും ഒരു സമയമാറ്റമല്ല, മറിച്ച് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. പകലാകുന്നു, രാവാകുന്നു,
വെളിച്ചമുണ്ടാകുന്നു, ഇരുട്ടുണ്ടാകുന്നു, ഉച്ചയാകുന്നു, സന്ധ്യയാകുന്നു. ഇങ്ങനെ സമയത്തിന്റെയും കാലത്തിന്റെയും ഒക്കെ ക്രമവ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ദാഹിച്ചു വരഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നാൽ ആ വെള്ളം കുടിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ അൽഹംദുലില്ലാഹ് പറയും, അള്ളാഹുവിന്റെ സർവ്വസ്തുതി. നമുക്ക് ആ വെള്ളം ആവശ്യമായിരുന്നു, അതൊരു വലിയ അനുഗ്രഹമായി തോന്നാറുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ താങ്ങായി തണലായി ആരെങ്കിലും ഒരു കൈ തന്നാൽ, ആരെങ്കിലും ഒരു സഹായവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ആ സഹായത്തെ ഒരിക്കലും നമ്മൾ വില കുറിച്ച് കാണാറില്ല. മനസ്സറിഞ്ഞ പറയും, അള്ളാഹുവിനെ സ്തുതി പറയും. കാരണം ആ അനുഗ്രഹം നമുക്ക് അത്രയേ ആവശ്യമായതുകൊണ്ടാണ്. എന്നാൽ ഓരോ പുലരിയും കാണുമ്പോൾ, ഓരോ പ്രഭാതവും കാണുമ്പോൾ അള്ളാഹു വലിയ ഒരു അത്ഭുതമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ഓർക്കുകയും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും അള്ളാഹുവിനോട് നന്ദി പറയുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം എത്രയോ ആളുകൾ വെറുതെ തന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ നമ്മുടെ ധീരതയില്ലാത്ത അറിവ് അള്ളാഹു പിടിക്കാതെ നമുക്ക് തന്നെ തിരിച്ചു നൽകുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഓരോ പ്രഭാതത്തെ കാണുന്നത്. ഇന്ന് നമ്മൾ ഉണർന്നു, പക്ഷെ ഇന്നലെ കടന്നപ്പോ, ഉറങ്ങാൻ കിടന്നപ്പോ നമ്മൾ ചിന്തിച്ചില്ല നാളെ ഉണരുമോ ഇല്ലേ എന്നൊരു ഭയം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, നമ്മളെല്ലാ ദിവസവും ഉണരുന്നത് പോലെ ഉണരുന്നു, ഓരോ പ്രഭാതവും നമ്മൾ സ്വീകരിക്കുന്നു. വിശ്വാസി ഓരോ പ്രഭാതത്തിലും ചിന്തിക്കണം, ഇന്ന് ഞാൻ മരണപ്പെടാതെ ഉണർന്നു എന്നുള്ളത് അള്ളാഹു എനിക്ക് വലിയ അനുഗ്രഹമാണ്. കാരണം മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഒക്കെ ഉറക്കത്തെയും അതുപോലെ ഉണർച്ചയെയും ഉപമിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഉറക്കം എന്നതൊരു ചെറിയ മരണം തന്നെയാണ്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ നാം പുതിയൊരു ജീവിതത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അനുഗ്രഹത്തിൽ തിരിച്ചറിഞ്ഞ വിശ്വാസി മനസ്സറിഞ്ഞ് പറയണം. അവനെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പറയണം, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ഫഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു പ്രഭാതത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ഉണരുന്നത്. നമ്മെ മരണപ്പെടുത്തിയതിനു ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിന് സർവ്വസ്തുതിയും. അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത്. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. കണ്ണു തുറന്ന ഉടനെ രാവിലെ ഒരു വിശ്വാസി അർത്ഥമറിഞ്ഞ് ചെല്ലുന്ന പ്രാർത്ഥനയാണ്. ഇന്നത്തെ ദിവസം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപക്കറകൾ പൊറുക്കാനുള്ള ഒരു അവസരമായി നൽകിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദാനമായി ഒരു ദിവസം കൂടി കിട്ടിയിരിക്കുകയാണ്. കാരണം നാളെ ഈ രാത്രിയിൽ ഉറങ്ങി പ്രഭാതത്തിൽ നീക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രഭാതത്തിലേക്ക് ഉണരാൻ കഴിയും എന്നത് അത്ര വലിയ ഒരു പ്രത്യേകതയായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം, ഒരു ബോണസായി അല്ലാഹു നമുക്ക് നൽകിയതായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം ഓരോ പ്രഭാതത്തിൽ പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹചര്യത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത് ഒരു ഭയാനകമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭയാനകമായ ഒരു അവസ്ഥ ഒരു മനുഷ്യന്റെ ഉറക്കത്തിൽ സംഭവിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഭൗതികമായ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതികമായി നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റേതെങ്കിലും രീതിയിൽ അറിയാൻ യാതൊരു സാധ്യതയില്ല. എന്നാൽ പ്രമാണങ്ങൾ കൊണ്ട് വളരെ കൃത്യമായി അത് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബഹിക്ക് എഴുന്നേൽക്കാൻ നേരം പുലരുന്നത് വരെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇരുചെവികളിലും പിശാച് മൂത്രമൊഴിക്കുമെന്നത് ഹദീസുകളിൽ സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. രാവിലെ ഉണർന്നിട്ട് ചെവിയിൽ തപ്പിയാൽ അത് നമുക്ക് കാണാൻ കഴിയില്ല. പിശാചിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കലപ്പിൽപ്പെട്ട അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ് അത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഉണരാതെ സ്വയംക്കാതെ കടന്നുറങ്ങാണ്. എന്നിട്ട് അവന് പ്രഭാതമായിട്ട് സൂര്യനെ കുറിച്ച് ഉണർന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ചെവികളിൽ വിശാലത്തിൽ മൂത്രമൊഴിച്ച മനുഷ്യനാണ് എന്ന് റസൂലുള്ളാഹി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈ ഭയാനകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
സുബഹിക്ക് എണീക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് ഉറങ്ങണമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഇശാന്റെ കിണിയിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടാണ് അവൻ രാത്രിയിൽ ഉറങ്ങുകയും ചെയ്യേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാര ശേഷം പള്ളിയിൽ ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ മാറിയിരിക്കാതെ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയും എന്നിട്ട് നമസ്കാര ശേഷമുള്ള ദിക്റുകളൊക്കെ നിർവഹിച്ച് അദ്കാർ സബാഹ് രാവിലെയുള്ള ദിക്റുകളൊക്കെ നിർവഹിച്ച് അതേ സ്ഥലത്ത് ഇരുന്ന് ഉദയത്തിന്റെ സമയം അഥവാ മറ്റുള്ളവരോട് ചോദിക്കും, ഉദയമായോ എന്ന് ചോദിക്കും. ഇന്നത്തെ പോലെ നമസ്കാരത്തിന്റെ ബോർഡൊന്നും ഇല്ലല്ലോ നമസ്കാര സമയം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയും സമയമായെന്ന് അറിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യുക? മഹാനായ സ്വഹാബി 2 റക്അത്ത് ഇശാഇന്റെ നമസ്കാരം നമസ്കരിക്കുകയും അതിനുശേഷം അൽഹംദുലില്ലാഹി അല്ലദീ അഖാലനാ യൗമനാ ഹാദാ വലം യുഹ്ലികനാ ബിദുനൂബിനാ, ആ സ്വഹാബി മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പ്രാർത്ഥിക്കുമായിരുന്നു, നമ്മുടെ പാപങ്ങൾ കാരണം നമ്മെ നശിപ്പിക്കാതെ, ഈ രാത്രിയിൽ നമ്മളെ മരിപ്പിക്കാതെ, ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാൻ അനുവാദം നൽകിയ അല്ലാഹുവിന് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം പോകാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കേണ്ട, അവൻ പ്രവർത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹു നമ്മളെ മരിപ്പിച്ചില്ല, ഈ പുലർച്ചയിൽ നമുക്ക് നൽകി, പക്ഷെ ആ അനുഗ്രഹത്തെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അങ്ങനെ എല്ലാ ദിവസവും വരുന്നത് പോലെ ഇങ്ങനെ ഓരോ ദിവസവും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, അത് പൊറുക്കാനുള്ള ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം അള്ളാഹു നൽകിയിരിക്കുന്നത്. ആ മനസ്സോടുകൂടിയാണ് പ്രഭാതത്തെ വിശ്വാസി കാണേണ്ടത്. പ്രഭാത സമയത്തിന് അള്ളാഹു വർദ്ധത്വം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന അറിയില്ലോ, പ്രശസ്തമായ പ്രാർത്ഥന, അല്ലാഹു ബാരിക് ലി ഉമ്മത്തി കൂടിഹാ, രാവിലത്തെ സമയത്തിൽ ഈ ഉമ്മത്തിന് അല്ലാഹുവേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഇത് സ്വഹാബത്ത് മനസ്സിലാക്കി ആ സമയത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ വീണ്ടും ഉറങ്ങുന്ന ചിലര് സുബഹിക്ക് വരും, പക്ഷെ അതിനുശേഷം പോയി കിടന്ന് ഉറങ്ങും. എന്നിട്ട് പിന്നീട് ആ പ്രധാനപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അതും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ രാവിലത്തെ സുബഹിക്ക് ശേഷമുള്ള സമയം, അത് ബിസിനസ്സിനായാലും പഠനത്തിനായാലും നമ്മൾ ഉദ്ദേശിച്ച നല്ല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല സമയമായിട്ടാണ് പണ്ഡിതന്മാരെ മനുഷ്യനെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ മനുഷ്യരുടെ ശരീരത്തിൽ ഉന്മേഷവും ശ്രദ്ധയും കിട്ടാൻ ഉത്പാദിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ. അത് മനുഷ്യന് നല്ല ഉന്മേഷവും ഉഷാറും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അത് രാവിലത്തെ സമയത്ത് 6 മണി, അതുപോലെ തന്നെ രാവിലെയുള്ള അസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളിലാണ് കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുക. ആ സമയത്ത് പഠനം, വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കുക, അതുപോലെ തന്നെ കച്ചവടക്കാരാണെങ്കിൽ ആ സമയത്ത് കച്ചവടത്തിൽ ജോലിക്കുമൊക്കെ പുറപ്പെടുക, കാര്യങ്ങൾ തീരുമാനിക്കുക, നല്ല തീരുമാനങ്ങൾ എടുക്കുക. ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ ആ സമയത്ത് ഒരു മനുഷ്യന്റെ തലച്ചോറ് എന്ന് പറയുന്നത് ശൂന്യമായ ഒരു പ്ലേറ്റ് പോലെയാണ്. ആ സമയത്ത് പഠിക്കുന്നതും ദീർഘകാല ഓർമ്മയിൽ നിൽക്കുകയും തീരുമാനങ്ങൾ നല്ലതുപോലെ എടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ സഖർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കേട്ട കാലം മുതൽ തന്നെ അദ്ദേഹം വലിയ കച്ചവടക്കാരനാണ്. കച്ചവടത്തിന് വേണ്ടി തന്റെ കൂടെയുള്ളവരെ പറഞ്ഞയക്കുന്നതും കച്ചവടത്തിന് തുറന്നു കുറിക്കുന്നതും സുബഹി നമസ്കാരത്തിന് ശേഷം ആ പ്രധാനപ്പെട്ട സമയത്തിന് ശേഷം അദ്ദേഹം ഉടനെ തന്നെ ആരംഭിക്കുമായിരുന്നു. ആ സമയം കൃത്യമായി ഉപയോഗിച്ചത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകളും കച്ചവടത്തിൽ വലിയ ഉയർച്ചയും ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുബഹിക്ക് പോലും നമസ്കരിക്കാറുള്ള ആളുകളുണ്ട്. സുബഹിയുടെ പ്രാധാന്യം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സുബഹി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ അത് നിസ്കരിക്കുമ്പോൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി ഇമാമിന്റെ പിന്നിൽ നിന്ന് ആ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്ന സമയം, അതിന് തീർച്ചയായും മലക്കുകൾ സാക്ഷിയുണ്ടാകും. മലക്കുകൾ സാക്ഷി നിൽക്കുന്ന സമയമാണത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സുബഹി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സുബഹി നമസ്കരിച്ചാൽ അവൻ അല്ലാഹുവിന്റെ ദിമ്മത്തിലാണ്, റബ്ബിന്റെ സംരക്ഷണത്തിലാണ് ദിവസം. അള്ളാഹിന്റെ സംരക്ഷണം നേരിട്ട് എടുത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ എന്തിനെയാണ് പേടിക്കേണ്ടത്, എന്തിനാണ് ഭയപ്പെടണം ഈ ലോകത്ത്? അള്ളാഹുവിന്റെ നേരിട്ടുള്ള സംരക്ഷണം ഒരു മനുഷ്യന്റെ ദിവസം സുബഹി നമസ്കരിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്, സംരക്ഷണത്തിലാണെന്ന് സ്വഹീഹ് മുസ്ലിമിൽ
ഹദീസിലൂടെ നമുക്കത് വായിക്കാൻ സാധിക്കും. പകലുണ്ടാകുന്ന അപകടങ്ങൾ, പകലുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതിനെല്ലാം സംരക്ഷണം കിട്ടാൻ ആ ദിവസത്തെ സുബഹി നമസ്കാരവും ആ നീയത്തും ഒരു വിശ്വാസിക്ക് ഗുണകരമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് സുബഹി നമസ്കാരം ഒരു വിട്ടുവീഴ്ചയില്ലാതെ കൃത്യമാക്കാൻ ആ സമയം ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം സുബഹിക്ക് കൂടെ 2 റക്അത്ത് ലഘുവായ സുന്നത്ത് നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റക്അത്തുൽ ഫജ്ർ ഖൈറു മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളെക്കാളും, ഈ ദുനിയാവിലെ മറ്റെല്ലാ വസ്തുക്കളെക്കാളും അത് കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് സുബഹിക്ക് മുമ്പ് നമസ്കരിക്കുന്ന ഹബീബായിട്ടുള്ള വളരെ ലഘുവായി നമസ്കരിക്കുന്ന 2 റക്അത്ത് നമസ്കാരം. നമ്മൾ പറയാൻ അവൻ വലിയ സമ്പന്നനാണ്, അവന് വലിയ കൊട്ടാരങ്ങളുണ്ട്, അവന് ഒരുപാട് പണമുണ്ട്, അവന് ഒരുപാട് സമ്പാദ്യമുണ്ട് ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ച് പറയാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സമ്പന്നനാണ്, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മനുഷ്യനാണ് ഒരു ദിവസം ആ ദിവസത്തെ സുബഹിക്ക് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. ആ ഒരു വിശ്വാസത്തോടു കൂടി ആ 2 റക്അത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. സുബഹിക്ക് മുമ്പ് വളരെ ലഘുവായി നമസ്കരിക്കേണ്ട 2 റക്അത്ത്. അതോടൊപ്പം പ്രഭാതം എന്ന് പറയുമ്പോൾ അള്ളാഹു അനുഗ്രഹമായി നൽകിയ പ്രഭാതത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ സുബഹി, ആ 2 റക്അത്ത് സുബഹിക്ക് ശേഷം പ്രധാനപ്പെട്ട പല ദിക്റുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. അള്ളാഹുവിനെ എപ്പോഴും ഒരു വിശ്വാസിയുടെ നാമം നനഞ്ഞുകൊണ്ടേയിരിക്കണം, ദിക്ർ എടുത്തുകൊണ്ടേയിരിക്കണം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായിട്ടും അള്ളാഹുവിനെ ദിക്ർ എടുക്കണം വിശ്വാസികൾ. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകൾ അതെന്താണ് ഒരു വിശ്വാസിക്ക് അവനൊരു അംഗീയും പരിചയം പോലെയാണ്. ഏതൊരു ദുരന്തത്തെയും തടുക്കാൻ കഴിയുന്ന ഒരു അംഗീകാരം, ഒരു പരിചയമായി അവൻ സ്ഥാപിക്കാൻ കഴിയുന്ന വിഷയമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. അത് എത്ര ആ ദിക്റിന്റെ കനം കൂടുന്നുവോ, എത്ര അവൻ ദിക്റുമായി അല്ലാഹുവിന്റെ ദിക്റുമായി അവൻ ഒരുങ്ങുന്നുവോ, അതിന്റെ കനം കൂടുന്നതോറും അത് ധരിച്ചവൻ ഒരു അപകടവും ഏൽക്കുകയില്ല എന്ന് ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വീണ്ടും പറയുന്ന മറ്റൊരു വാക്കുണ്ട്, പ്രഭാതത്തിലെ ദിക്റുകൾ ആത്മാവിന്റെ ആഹാരമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം ദുർബലമാണ്. എത്ര ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയും തുടർച്ചയായിട്ട് ഇല്ലേ? നമ്മുടെ ശരീരം ദുർബലമായി പോകും. നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണം, ഭാഗ്യമുണ്ടാകണം. എന്നാൽ ഒരു ആത്മാവിനെ ജീവസുറ്റതായി നിൽക്കണമെങ്കിൽ തീർച്ചയായും അവന്റെ ആത്മാവിന്റെ ഭക്ഷണമാണ് ദിക്റുകൾ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ആളുകൾ ആലോചിച്ച് ഒരു ദിക്റുമില്ലാതെ ജീവിക്കുന്നുണ്ട്. ദിക്ർ ചെയ്യാറില്ല, പഠിപ്പിച്ചില്ല, പള്ളിയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാറില്ല, ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ നമ്മളും സമൂഹത്തിന്റെ ഒരു അവസ്ഥ മൊത്തത്തിൽ പറയാം. അങ്ങനെ ചെയ്യുന്നവർ ഒരു ദിക്റുമായി യാതൊരു ബന്ധവുമില്ല. വാഹനത്തിൽ പോഴില്ല, ഉറങ്ങുമ്പോഴില്ല, ഉണരുമ്പോഴില്ല, അങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിക്കുന്നവരുമുണ്ട് സമൂഹത്തിൽ. എന്നാൽ അതൊക്കെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളും നമുക്ക് കാണാൻ കഴിയും. ഇല്ല, ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. അതുണ്ടെങ്കിലേ ഈമാനോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സഖത്തത്തിൽ കൂവ, അവന്റെ ആത്മീയമായ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുബഹിക്ക് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ദിക്ർ എടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. മൊബൈലൊക്കെ അതിനുശേഷം ഉപയോഗിക്കാം, മാറ്റിവെക്കണം. അതിനുവേണ്ടി സുബഹിക്ക് ശേഷം ആ സമയം മാറ്റിവെക്കുകയും അത്തരം ദിക്റുകൾ നിർവഹിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയോട് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി പള്ളിയിൽ പിന്നെ മാത്രമല്ല ദിക്ർ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയാലേ നമുക്കത് തുറന്നുകൊണ്ടാൻ കഴിയുള്ളൂ. വെറുതെ ഇങ്ങനെ ചെയ്തു പോകുന്നതിന് പകരം അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളിലുണ്ട്. നമ്മൾ രാവിലെ നിർവഹിക്കുന്ന ദിക്റുകളുടെ അർത്ഥം കൂടി മനസ്സിലാക്കി ചെയ്തു നോക്കൂ. മനസ്സിൽ വല്ലാത്ത ആശ്വാസവും സമാധാനവും നമുക്ക് സാധിക്കും. ആ ദിക്ർ ചെല്ലി തീർക്കാൻ നമുക്ക് ശീലമാകും. അത് ചെല്ലാതിരിക്കുമ്പോൾ വലിയ പ്രയാസത്തോടും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും. അർത്ഥം പറഞ്ഞുകൊണ്ട് ചെയ്യണം. അതിന് ഒരുപാട് ആപ്പുകളുണ്ട്. ആദ്യം മൊബൈൽ ഉപയോഗിക്കാം, അധികാർ പോലെ, ഔറാദ് പോലെ, അതുപോലെ തന്നെ സ്വഹീഹായ ദിക്റുകൾ അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ സുബഹിക്ക് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ദിക്റുകളായി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഈ ദിക്ർ ആപ്പ് തുറന്നിട്ട് സ്വഹീഹായ ദിക്റുകൾ സ്ഥിരമായി ചെയ്താൽ അത് നമുക്ക് മനഃപ്പാഠമാകും. പിന്നീട് അതിങ്ങനെ ശീലമായി വരും. പിന്നീട് മൊബൈൽ പോലും ഇല്ലാതെ കാണാതെ നമുക്ക് നിർവഹിക്കാൻ കഴിയും.
ഇനി നമ്മൾ അത്തരം സാഹചര്യത്തിൽ അല്ലെങ്കിൽ പോലും മനഃപ്പാടമുണ്ടാകുന്ന ദിക്റുകൾ അത് നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ നിശ്ചലമാക്കിയെടുക്കണം. അതുപോലെ തന്നെ പകലിന്റെ തുടക്കം നന്മയിലാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്നത് എന്താണ്? യാ ഇബ്നു ആദം, അല്ലേ? അസ്സൽ മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുക, യാ ഇബ്നു ആദം, ആദം സന്തതി, ഓരോ പ്രഭാതവും പുലരുമ്പോൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, ഞാനൊരു പുതിയ പ്രഭാതമാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. വഅലാ അമലിക ഷഹീദ്, നിന്റെ എല്ലാ കർമ്മങ്ങൾക്കും ഞാൻ സാക്ഷിയാണ്. നീ നന്മ ചെയ്താലും തിന്മ ചെയ്താലും സാക്ഷിയാണ്. അത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരും. അതുകൊണ്ട് നീ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസത്തെ ഉപയോഗപ്പെടുത്തൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നഷ്ടപ്പെടുത്തി കളയരുത്. പ്രഭാതം എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തെ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നാളേക്ക് വെക്കരുത്. ചെയ്യാൻ കഴിയുന്ന നന്മകളൊക്കെ ജീവിതത്തിലേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഒരു നന്മയും നിസ്സാരമായി കാണരുത്. ഇതൊക്കെ ഒരുപാട് കേൾക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും നിസ്സാരമായി കാണരുത്. സ്വഹാബിമാർ എങ്ങനെയാണ് പള്ളിയിൽ നമസ്കരിക്കാൻ വന്നാൽ അവർ മഗ്‌രിബിന് വേണ്ടി പള്ളിയിൽ നിന്ന് വാക്ക് കൊടുക്കുമ്പോൾ സ്വഹാബിമാരെ പള്ളിയിലേക്ക് കയറി അവർ നമസ്കരിക്കാൻ വന്നാൽ അവരെ കുറിച്ച് ഹദീസിൽ കാണാം, മദീനയിൽ ഞങ്ങളായിരിക്കുമ്പോൾ പറയാണ്, ഞങ്ങൾ പള്ളിയിലേക്ക് ചെല്ലും, പള്ളിയിൽ നിന്ന് വാക്ക് കൊടുക്കും. അപ്പോൾ എന്താണ് ചെയ്യുക? ഞങ്ങൾ അതിവേഗം, പിന്നെ ജമാഅത്ത് വലിയ സമയമില്ല, മഗ്‌രിബിന്റെയും ജമാഅത്തിന്റെ ഇടയിൽ വലിയ സമയമില്ല, അതിവേഗം സ്വഹാബിമാർ ഓരോ തൂണിന്റെ അടുത്തേക്ക് ഓടുന്നതാണ്. ഓരോ തൂണിന്റെ അടുത്തേക്ക് വേഗം ചെല്ലും. എന്നിട്ട് രണ്ടരക്കാലം നമസ്കരിക്കും. ആരെങ്കിലും ഒരു പുതിയ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നാൽ ഞങ്ങളുടെ ഈ പ്രവർത്തി കണ്ടിട്ട് അദ്ദേഹം വിചാരിച്ചു പോകുമായിരുന്നു, ഇതിപ്പോ ഫർദ് നിസ്കാരമാണ്, അവരുടെ ശ്രദ്ധയും അവരുടെ താല്പര്യവും കാണും, ഇതൊരു ജമാഅത്ത് നടക്കുവാണ് എന്ന് പോലും തോന്നിപ്പോകുമായിരുന്നു എന്ന് സഹാബിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെയാണ്. ഒന്നും അവർ നഷ്ടപ്പെടുത്തിട്ടില്ല. ചെയ്യാൻ കിട്ടുന്ന നന്മകളെല്ലാം, അവസരങ്ങളെല്ലാം ഓരോ പ്രഭാതവും ആ നിലക്ക് ഉപയോഗപ്പെടുത്തി സഹാബത്തിനെ നമുക്ക് കാണാൻ കഴിയും. സഹാബത്തിനോട് ഇന്ന് സുന്നത്തോട് എടുത്ത ആരുണ്ട്? ഇന്ന് രോഗികളെ സന്ദർശിച്ചാലുണ്ട്. അപ്പോൾ ഇന്ന് ജനാധിപത്യത്തോട് എല്ലാ ചോദ്യത്തിനും സഹാബിയായ പ്രവാചകന്റെ സഹാബിയായ ഞാനുണ്ട്. ഓരോ നന്മയും അങ്ങനെ ജീവിതത്തിലേക്ക് ചെയ്തു വെക്കാൻ മനസ്സ് കാണിച്ചു. നമുക്ക് കഴിയാത്ത ഒന്നും അവ പഠിപ്പിച്ചിട്ടില്ല. നമുക്ക് പ്രയാസമുള്ളത് ഒന്നും അവ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസമുള്ളതൊന്നുമല്ല, അല്ലാഹു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതെല്ലാം സത്യസന്ധമാണ്. അല്ലാഹു ഉറപ്പിച്ചു പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങളാണ്, ഇതൊക്കെ ഉറപ്പായി ഗ്രന്ഥത്തിലുള്ളതാണ്, ഇതൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ വരും. അന്ന് ചെയ്തവരും ചെയ്യാത്തവരും ഒരുപോലെയാവുകയില്ല, ആരോടും കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. എന്നിട്ട് മനുഷ്യരുടെ പ്രത്യേകത കൂടി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞാലും, ഇതെല്ലാം ഖുർആനിലുണ്ടെങ്കിലും ഈ കാര്യത്തെ അശ്രദ്ധയിൽ, ഹൃദയങ്ങൾ മറന്നുകൊണ്ട് അശ്രദ്ധയിൽ ജീവിക്കുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് കൂടാതെയുള്ള ചില പ്രവർത്തനങ്ങൾ സജീവമാണ്. കാരണം അവർ അതിനേക്കാൾ കഷ്ടപ്പാടുള്ള ജോലികൾ ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ പ്രയാസമുള്ള പണികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളുടെ അശ്രദ്ധരാണ്. അതവർ ചെയ്തുകൊണ്ടേയിരിക്കും, ആ പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരം ചില ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ രാഷ്ട്രീയക്കാരാണ്, അവർ കായിക പ്രവർത്തനങ്ങളിൽ സജീവമാണ്, അതുപോലെ തന്നെ മറ്റ് ഭൗതികതയുടെ എല്ലാ സുഖങ്ങളും ആസ്വദിക്കാൻ അവർ മുൻപന്തിയിലുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളിൽ അശ്രദ്ധരാണ് എന്ന് ഖുർആൻ അത്തരം ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളവരാകരുത്. നന്മയിൽ മുന്നേറാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. നന്മയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എന്താണ് അതിന്റെ അപകടം അറിയുമോ? പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും നന്മയിൽ നിന്ന് പിന്നോട്ട് പോയാൽ, സ്വഹാബിമാരെ പള്ളിയിലേക്ക് ചില സ്വഹാബിമാരെ അല്പം പിന്തി വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബിമാരോട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅഫി അസ്ഹാബി തആഖുറൻ, അവരിങ്ങനെ ചിലരിങ്ങനെ ഒന്നാമത്തെ സഫിലേക്ക് എത്തുന്നതിന് പകരം അല്പം പിന്തുന്നത് കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, തഖദ്ദമു ഫഅതമു ബി ഫലയതമു ബികും, നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരൂ, എന്റെ പിന്നിൽ ഒന്നാമത്തെ സഫിൽ അണിനിരക്കൂ, പിന്നീട് വരുന്നവർ അതിന്റെ പിന്നിലേക്ക് വരൂ, പിന്നീട് വരുന്നവർ അതിനെ പിന്തുടർന്ന് വരൂ. ഇല്ലേ, അങ്ങനെ ഒന്നാമത്തെ സഫിലേക്ക് നന്മയിലേക്ക് മുന്നേറുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യസാലു ഖൗമുൻ, അതിനുശേഷം പ്രവാചകൻ വാക്കുകൂടി നമ്മൾ ചേർത്ത് വെച്ചു. ലാ യസാലു ഖൗമുൻ,
ഒരു വിഭാഗം ആളുകളുണ്ട് അവരുടെ കാര്യങ്ങളെ ദുനിയാവിൽ അല്ലാഹു ബന്ധിക്കുന്നത് വരെ അവർ ദീനിന്റെ കാര്യങ്ങൾ ബന്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ബന്ധിക്കുന്നത് വരെ അവർ ദീനിന്റെ കാര്യങ്ങൾ ബന്ധിച്ചുകൊണ്ടിരിക്കും. അത്തരം ചില ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും, വരും കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. നന്മയിൽ ഒരിക്കലും അത്തരം വിഭാഗത്തിലേക്ക് പോകരുത്. റബ്ബിന്റെ അനുഗ്രഹമാണ് നഷ്ടപ്പെടുക. അള്ളാഹുവിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടാൽ അതൊരിക്കലും വിശ്വാസികളെ നമുക്ക് താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ ഖേദമുണ്ടാകും. അതെപ്പോഴാണ്? രോഗിയായി നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഖേദം വരും. നമ്മൾ രോഗിയായി വീട്ടിൽ കിടക്കുമ്പോൾ നമുക്ക് ഖേദം വരും. മരണം നമ്മുടെ തൊണ്ടയിൽ എത്തുമ്പോൾ നമുക്ക് ഖേദം വരും. ഖബറിലും പരലോകത്തും ബർസഖിലും നരകശിക്ഷ കാണുമ്പോഴും അതിനെ അനുഭവിക്കുമ്പോഴും അത്തരം ആളുകൾക്ക് ഖേദമുണ്ടാകും. അത്തരം ഒരു ഖേദത്തിന്റെ മുമ്പ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യാതെ തള്ളുകഴിഞ്ഞ സമയത്തെ ആലോചിച്ച് നഷ്ടപ്പെടുമ്പോൾ നെടുവീർപ്പുണ്ടാകുന്നതിന് മുമ്പ്, അതിന് വലിയ വില കൊടുക്കേണ്ടതിന് മുമ്പ് നമുക്ക് അല്ലാഹു നൽകിയ ഓരോ പ്രഭാതത്തെയും ഓരോ ദിവസത്തെയും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബാക്കിയാകുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിപ്പിച്ചു. നീ പഠിച്ച കഴിവ് നിനക്ക് നിന്റെ ഖബറിൽ ബാക്കിയാകും. നിന്റെ സ്വാലിഹായ സന്താനം നിന്റെ ഖബറിൽ നിനക്ക് ബാക്കിയാകും. അതുപോലെ തന്നെ നീ കൊടുത്ത ജാരിയായ സ്വതകൾ അത് നിന്റെ ഖബറിൽ നിനക്ക് ബാക്കിയാകും. അത്തരം ബാക്കിയാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാണ്. ഒരിക്കലും പിന്നീടത്തേക്ക് മാറ്റിയിട്ടുള്ള അവസരങ്ങൾ കൂടുകയല്ല, അവസരങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അല്ലെ, പലരും വിചാരിക്കുന്നത് കുറച്ചുകൂടെ കഴിയട്ടെ എല്ലാം ശരിയാക്കാമെന്നാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം മനസ്സിലാവുന്നതിന്റെ അടുത്തേക്ക് ചില മനുഷ്യർ കടന്നു വരികയാണ്. അക്രമങ്ങൾ സഹിക്കവയ്യാതെ അനസ്റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്ന് പരാതി പറയുന്ന ചില ആളുകളുണ്ട്. പരാതി പറഞ്ഞ സമയത്ത് അനസ്റളിയല്ലാഹു ആ ആളുകളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾ ക്ഷമിക്കൂ. ഇനി വരുന്ന ഓരോ കാലഘട്ടവും നിങ്ങൾക്ക് ശേഷം വരുന്ന ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ കാലഘട്ടവും മോശമായ കാലഘട്ടമായിരിക്കും എന്ന് മഹാനായ അനസ് മാലിക് പറയാം. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കൂ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ ശ്രമിക്കും. ഇത് ഞാൻ എന്റെ വക പറയുന്നതല്ല, ഇത് ലോകത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയാം. സഹോദരങ്ങളെ, ഓരോ ദിവസം കഴിയുമ്പോഴും നമുക്ക് നന്മയുടെ അവസരങ്ങൾ കുറഞ്ഞു വരികയുള്ളൂ. സമൂഹം മോശമായി കൊണ്ടിരിക്കുകയുള്ളൂ. ഖിയാമത്ത് അടുക്കുന്നതിനനുസരിച്ച് ഈ സമൂഹം വലുതായിക്കൊണ്ടിരിക്കുകയുള്ളൂ. സമൂഹത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കുള്ള അവസരങ്ങൾ അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ത്യാഗപരമായ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. മരണത്തിന് മുമ്പ് നേടാൻ പറ്റിയതെല്ലാം നേടിക്കൊണ്ടായിരിക്കണം നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിടവഞ്ഞ് അല്ലാഹുവിന്റെ അടുത്തേക്ക് പോകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ പാപപ്പെട്ട പ്രവാചകൻ കാലിൽ നീര് കെട്ടുമാറ് പോലും രാത്രിയിൽ നമസ്കരിച്ചു. പ്രവാചകൻ സ്വർഗ്ഗാവകാശിയാണ്. എന്നിട്ട് പോലും രാത്രിയിൽ കാലിൽ നീര് കെട്ടുമാറ് നിന്ന് നമസ്കരിച്ച പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം റബ്ബിലേക്ക് അടുക്കണമെന്ന് ചിന്തിക്കണം. ബദറിൽ പങ്കെടുത്ത സഹാബത്ത് എല്ലാ നന്മകളിലും പങ്കെടുത്തു. ശരീരത്തിൽ എത്ര മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക നരകത്തുമായി മുന്നോട്ട് പോയ എത്ര സഹാബത്തിന്റെ ചരിത്രം കാണാൻ കഴിയും. 17 വയസ്സുള്ള ചരിത്രം നമുക്കറിയില്ലേ? ശരീരത്തിന്റെ മാംസഭാഗങ്ങൾ മുറിച്ചിട്ട് പോലും ആ പ്രഖ്യാപനത്തിൽ ലോകത്ത് ഇവിടെ പറഞ്ഞ മഹാനായ സഹാബിയുടെ ചരിത്രം. ഇതുപോലെ എത്ര സഹാബത്ത്. മഹതിയായ സുമയ്യയുടെ ചരിത്രം നമുക്കറിയില്ലേ? ശരീരത്തിന്റെ മുഖ്യഭാഗങ്ങളിൽ ഇരുമ്പിന്റെ വടി കുത്തിക്കയറ്റി നീചമായി കൊല്ലപ്പെട്ടപ്പോഴും ഈ ആദർശം പ്രഖ്യാപിച്ച് ലോകത്ത് ഇവിടെ പറഞ്ഞ മഹതിയായ ആ വനിതയെ നമ്മൾ ഓർക്കാറില്ലേ? അവരുടെ ദീനിനു വേണ്ടി ഈ ലോകത്ത് ബാക്കി വെച്ച കാര്യങ്ങളാണ് നമുക്ക് കഴിയുന്നത്. പണത്തിന്റെ വഴിത്തൽ വളർന്നിട്ടും വലിക്കുമ്പോൾ സ്വന്തം ശരീരം മറക്കാൻ പോലും വസ്ത്രമില്ലാതെന്ന സ്വഭാവത്തിന്റെ ചിത്രം ഇസ്ലാമിക ചരിത്രത്തിന്റെ രേഖകളിൽ നമുക്ക് വായിക്കാൻ കഴിയും. കേരളത്തിൽ പോലും ഈ തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി, തൗഹീദി പ്രബോധനത്തിന് വേണ്ടി അടരാടിയ ത്യാഗതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഉമർ മൗലവിയെ പോലെ, സയ്യിദ് മൗലവിയെ പോലെയുള്ള ഓരോ കടലയിൽ ചെന്ന് തൗഹീദ് പറയുമ്പോൾ ചായക്കടലിൽ ചൂടുവെള്ളം എടുത്ത് മുഖത്തിലേക്ക് ഒഴിച്ചിട്ട് പോലും അവരോട് യാതൊരു പ്രതികാരവും കിട്ടാതെ തടവ് നടത്തിയ പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. ഇല്ലേ? അതുപോലെ തന്നെ ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അവരുടെ കഴുത്തിലേക്ക് മാനപ്പടക്കങ്ങൾ ചാർത്തിയിട്ടുണ്ട്.
ഉണ്ട്. അതെല്ലാം അവരൊക്കെ ഇതിനു വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചതിന്റെ അനന്തര ഫലമാണ് നമ്മളൊക്കെ നുകർന്നു കൊണ്ടിരിക്കുന്ന ഈമാനിന്റെ ഹലാവത്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് ലോകത്തിന്റെ ഈ ഭൗതികതയിൽ മുങ്ങിമാറി ജീവിച്ചാൽ മതിയോ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് പറയാൻ എന്താ സൗകര്യങ്ങളുള്ളത്? നമുക്ക് പറയാൻ നമ്മുടെ വാച്ചും നമ്മുടെ വാഹനവും നമ്മുടെ വലിയ വീടും മക്കളെ വലിയ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ ജോലിയും നമ്മുടെ PhD-യും അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിന്റെ സർട്ടിഫിക്കറ്റുകളും അല്ലാതെ ദീനിനു വേണ്ടി എന്ത് ത്യാഗമാണ് ഞാൻ നിങ്ങളും സഹിച്ചിട്ടുള്ളത് എന്ന് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എത്ര അഭിമാനത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോയ സ്ഥലങ്ങൾ ടൂർ പോയതും ആ ഓർമ്മകളും നമ്മൾ പങ്കുവെക്കുന്നത്. ദീനിനു വേണ്ടി എന്ത് നമ്മൾ ഓർക്കുന്നു, എന്ത് നമ്മൾ അയവറുന്നു എന്ന് ചിന്തിക്കുക. അത്തരം ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്ക് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു കാര്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wasahbihi ajma'in. സ്നേഹം സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കെട്ടിന്റെ പരമാവധി കാത്ത് സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നിങ്ങളോട് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു ഏർപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ നിന്ന് പുറകോട്ട് പോയാൽ അവരെ കാത്തിരിക്കുന്ന നരകമാണ്. അവരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്നൽ തിരുമുല ഫീ അദാബി ജഹന്നമ ഖാലിദൂൻ, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്നാണ്. നാശിയേറ്റവരായി അവർ അല്ലാഹു ശിക്ഷ കുറച്ചു കൊടുക്കുകയില്ല. അവർ അക്രമകാരികളാണ്, നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. നരകത്തെ കാക്കുന്ന മാലിക്കുന്ന മലക്കിനോട് നരകവാസികൾ കേണപേക്ഷിച്ചു, ഞങ്ങളൊന്ന് മരിക്കാൻ പറയാൻ പറയും. പക്ഷേ അവർ ആ മലക്ക് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നരകത്തിൽ മരിക്കൂല, ശാശ്വതരായി ജീവിക്കേണ്ടവരാണ് എന്ന ഏറ്റവും ഖേദത്തിന്റെ വാക്കാണ് പറയുന്നത്. അധികമേയും സത്യത്തെ വെറുക്കുന്നവരാണ്, അധികം ആളുകളും ഇതൊക്കെ അശ്രദ്ധരായി ജീവിക്കുന്നവരാണ്. എത്ര ഖുർആനിൽ ഈ സത്യസന്ദേശങ്ങൾ പറഞ്ഞാലും അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറയാം. ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. നമുക്ക് കിട്ടുന്ന ഓരോ പ്രഭാതവും ഓരോ ദിവസവും ഉപയോഗപ്പെടുത്താൻ കഴിയണം. അല്ലാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ഞങ്ങളുടെ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഒന്ന് പഠിപ്പിക്കാനാണ്. എല്ലാവരും ഉദാരമായി അല്ലാഹുവിന്റെ ബന്ധത്തിന് വേണ്ടി സംഭാവനകൾ നൽകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പല സഹോദരി സഹോദരന്മാർ പലരും പല രോഗങ്ങളായി പ്രയാസം അനുഭവിക്കുകയാണ്. നട്ടലിന് ക്ഷതം സംഭവിച്ചവരുണ്ട്, ഹാർട്ട് സംബന്ധമായ അസുഖത്താൽ ICU-യിൽ കഴിയുന്ന നമ്മുടെ പ്രവർത്തകരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതുപോലെ രോഗികളായി മാസങ്ങളായി വീട്ടിൽ കിടക്കുന്ന ആളുകളുണ്ട്, പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നവർ. അവർക്ക് ദുആ ചെയ്യാൻ ആവശ്യത്തിന് എല്ലാവരുടെയും ആത്മാർത്ഥമായ ദുആയിൽ അവരെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും ശിഫാവിന്റെ കാരുണ്യം സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ സൗഖ്യം അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. വീണ്ടും ഈ പള്ളിയിലേക്ക് വരാനും നമ്മളോടൊപ്പം ചേർന്ന് ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വെളിച്ചം ഉത്തരക്കടലാസ് പരിഹരിപ്പിക്കേണ്ട സമയം എടുത്തിരിക്കുകയാണ്. അത് കുറെ ആളുകളൊക്കെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസം 31 ലാസ്റ്റ് ഡേറ്റ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ബാബു നമ്മൾ ചെയ്യുന്ന എല്ലാ സ്വാലിഹാത്തും സ്വീകരിക്കുവാനാകട്ടെ. രഹസ്യവും പരസ്യവുമായി ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളുള്ള ആകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു എല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുവാനാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.